പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ കൂടുതൽ വളർച്ചയുടെ ഘട്ടത്തിലെത്തിയെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ചൂൽപ്പുറത്ത് ഗുരുവായൂർ നഗരസഭയുടെ 3ാമത്തെ നഗര ജനകീയാരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാരണം എത്രയോ മനുഷ്യരാണ് ഗുരുവായൂരപ്പനെ തേടി ഈ തീർത്ഥാടന നഗരിയിൽ എത്തിച്ചേരുന്നത്. അപ്പൊ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലൊക്കെ നല്ല നിലയിലുള്ള ഇടപെടൽ ഉണ്ടാകണം. അത് വളരെ ദീർഘദർശിത്വത്തോടു കൂടി നമ്മുടെ നഗരസഭ നേതൃത്വം കൈകാര്യം ചെയ്യുന്നു എന്ന അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ എല്ലാവരും കാണുന്നത്. ഒരു കാലത്ത് അഴുക്കുചാൽ പ്രശ്നം കൊണ്ട് വീർപ്പുമുട്ടിയ ഗുരുവായൂര് ഇന്ന് ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ട് അവാർഡ് വാങ്ങുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ നടന്നിട്ടുള്ള കഠിന പരിശ്രമം അംഗീകരിക്കാതിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AS മനോജ്, A സായിനാഥൻ, ശൈലജ സുധൻ, AM ഷഫീർ, കൗൺസിലർ സിന്ധു ഉണ്ണി, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ P സജീവ് കുമാർ, നഗരസഭ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TT ശിവദാസൻ, ആർദ്രം മിഷൻ നോഡൽ ഓഫീസർ ഡോക്ടർ ശ്രീജിത്ത് H ദാസ്, മുനിസിപ്പൽ എഞ്ചിനീയർ E ലീല എന്നിവർ സംസാരിച്ചു. നഗരസഭയുടെ ഹെൽത്ത് ഗ്രാന്റിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ചൂൽപ്പുറത്ത് വെൽനസ് സെന്റർ പ്രവർത്തന സജ്ജമാക്കിയിട്ടുള്ളത്. ഈ ഭരണസമിതിയുടെ കാലത്ത് നേരത്തെ പഞ്ചാരമുക്ക്, കല്ലായി ബസാറിലും മമ്മിയൂരിലും വെൽനസ് സെന്ററുകൾ പ്രവർത്തനം തുടങ്ങിയിരുന്നു. ഒരു ഡോക്ടറും ഒരു നഴ്സും ഒരു ഫാർമസിസ്റ്റും ഉൾപ്പെടെയുള്ളവരുടെ സേവനം വെൽനസ് സെന്ററുകളിൽ ലഭിക്കും.